എൻ്റെ ലൂബിക്ക പഴുത്തു കേട്ടോ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ വീടിനടുത്തുള്ള വീടുകൾക്കൊക്കെ ഓരോ പേരിടുമായിരുന്നു. അതായത് ചാമ്പങ്ങയുള്ള വീട് ചാമ്പയ്ക്ക വീട്, റോസപ്പൂ ഉള്ള വീട് റോസപ്പൂ വീട്, ലൂബിക്കുള്ള വീട് ലൂബിക്ക വീട്, അങ്ങനെ. അപ്പം വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഞാനും എൻ്റെ കൂട്ടുകാരും ഒക്കെ ഓടി വീടുകളിൽ വരും. എന്നിട്ട് ആ വീടുകളിൽ എന്താണോ ഉള്ളത് അത് അവരോട് ചോദിച്ചിട്ട് പറിച്ചെടുക്കും കേട്ടോ. ഇപ്പം ചാമ്പങ്ങ ഉള്ളെങ്കിൽ ആരെങ്കിലും കൂട്ടുകാർ ഓടി ചാമ്പമരത്തിൽ കയറി കുലുക്കി കുറേ ചാമ്പങ്ങയൊക്കെ പറിക്കും. എന്നിട്ട് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഉപ്പ് മേടിച്ചിട്ട് ആ ചാമ്പങ്ങ ഒക്കെ കഴിച്ചിട്ടാട്ടോ വീട്ടിൽ പോരുന്നത്. കുറച്ചും കൂടെ വലിയ ക്ലാസ്സുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ ഈ സാധനങ്ങളൊക്കെ പറിച്ച് സ്കൂളിൽ കൊണ്ടുപോയിട്ട് കൂട്ടുകാർക്കൊക്കെ വിൽക്കും. എന്നിട്ട് വിറ്റിട്ട് നമുക്ക് കുറേ പൈസ കിട്ടുമല്ലോ. ആ പൈസ നമ്മൾ സ്കൂളിന് കൊടുക്കുമ്പം സ്കൂളിൽ നിന്ന് നമുക്ക് സമ്മാനമായിട്ട് കൊന്തയോ മാതാവിനെ യേശുവിനെയും ഒക്കെ തരും കേട്ടോ. ഞാൻ അന്ന് പള്ളിവക സ്കൂളിലായിരുന്നു 8ാം ക്ലാസ് മുതൽ പഠിച്ചത്. അതുകൊണ്ട് അവർ ഇങ്ങനെ മാതാവിനെയൊക്കെ തന്നുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ അയൽക്കാരെന്നൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര സ്വാതന്ത്ര്യമായിരുന്നു കേട്ടോ. നമുക്ക് ആരോടും അനുവാദമൊന്നും മേടിക്കേണ്ട. ആരുടെയെങ്കിലും ഒന്ന് വീട്ടിൽ ചെല്ലുന്നതിനോ അവിടുന്ന് എന്തെങ്കിലും എന്താ പറയുക പറിക്കുന്നതിനൊന്നും വലിയ അനുവാദമൊന്നും മേടിക്കണ്ടായിരുന്നു. എല്ലാ വീടും സ്വന്തം വീട് പോലെ തന്നെയാണ്. അന്നൊന്നും ഇന്നത്തെ പോലെ മതിലുകളില്ല. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒത്തിരി കയറ്റിയർക്കം ഉണ്ടായിരുന്നു. വളരെ സന്തോഷമായിരുന്നു കേട്ടോ ആ കാലമൊക്കെ.